പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 117 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ബൈബിളിൻ്റെ ദൈവ നിവേശിതത്വത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാണുകയുണ്ടായി. ഇന്ന് വിശുദ്ധ പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അപ്പോൾ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് പ്രചോദിതരായി. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി. ഇവിടെ നമ്മൾ കാണുന്ന ഗ്രീക്ക് ക്രിയാപദം ഫെറോ എന്നാണ്. ഫെറോ എന്നാൽ സാധാരണഗതിയിൽ അർത്ഥം സംവഹിക്കുക, കൊണ്ടുപോവുക, അങ്ങനെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഹുപ്പോ പ്നൂമത്തോസ് ഹഗിയു ഫെറോമെനോയ്, പരിശുദ്ധാത്മാവിനാൽ സംവഹിക്കപ്പെട്ട്. എന്താണ് പരിശുദ്ധാത്മാവിനാൽ സംവഹിക്കപ്പെട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം? അതാണ് POC ബൈബിളിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സംവഹിക്കപ്പെടുക എന്നുള്ളത് ഒരു ശാരീരിക അർത്ഥത്തിലല്ല. ശാരീരിക അർത്ഥത്തിൽ പലയിടത്തും നമുക്ക് കാണാം കേട്ടോ. ബൈബിളിൽ പലയിടത്ത് ശാരീരിക അർത്ഥത്തിലുള്ള ഗ്രീക്ക് പദങ്ങൾ കാണാം. അതിൽ ഫെറോ എന്നുള്ളത് അത്തരത്തിലുള്ളൊരു പദവും കൂടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്റ്റഫർ എന്നുള്ള പേര് പലർക്കും ഉണ്ട്. വിശുദ്ധ ക്രിസ്റ്റഫർ എന്താ പേരിൻ്റെ അർത്ഥം? ക്രിസ്തുവിനെ വഹിക്കുന്നവൻ എന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഐതിഹ്യമാണ്. അദ്ദേഹം ഒരു പുഴ കടത്തിയെന്ന്, ഒരു സാധാരണ കുഞ്ഞിനെ, പുഴ നീന്തിക്കിടക്കാൻ പറ്റാത്തൊരു കൊച്ചിനെ തോളത്തിൽ വച്ച് അദ്ദേഹം പുഴ കടത്തി കൊടുത്തത്രേ. പക്ഷേ പുഴ കടത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഈശോയായിരുന്നു എന്ന്. അപ്പോൾ ക്രിസ്തുവിനെ വഹിച്ചവൻ എന്നാണ് ക്രിസ്റ്റഫർ എന്ന പദത്തിൻ്റെ അർത്ഥം. അത് നമുക്കറിയാം, അങ്ങനെ വഹിക്കുക എന്നുള്ളത് ശാരീരികമായ രീതിയിലുള്ള വഹിക്കുക എന്നുള്ള അർത്ഥത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി, അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങൾ, പരിശുദ്ധാത്മാവിനാൽ അവരുടെ മനസ്സ്, പരിശുദ്ധാത്മാവിനാൽ അവരുടെ സവിശേഷമായ കഴിവുകൾ ഒക്കെ സംവഹിക്കപ്പെട്ടു. അവർ പ്രചോദിതരായി. ഇനി രസകരമായൊരു കാര്യം, ഇത് അപ്പസ്തോല പ്രവർത്തനത്തിൽ 27-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നമുക്ക് ഈ കാറ്റിനാൽ സംവഹിക്കപ്പെട്ടെന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ കാറ്റിനാൽ സംവഹിക്കപ്പെട്ട് അവർ സ്വയം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായി. പൗലോസിൻ്റെയും കൂട്ടരുടെയും കപ്പൽ യാത്രയെക്കുറിച്ചായി പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം 27:15. നമ്മളിങ്ങനെ വായിക്കുന്നു, കാറ്റിനെ എതിർത്തു നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല, അതിനാൽ ഞങ്ങൾ കാറ്റിനു വഴങ്ങി അതിൻ്റെ വഴിക്ക് തന്നെ പോയി. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ്, എഫെറോമെഥ, പാസീവാണ്, എഫെറോമെഥ. അപ്പോൾ കാറ്റിനാൽ വലിച്ചു കൊണ്ടുപോകപ്പെട്ട്, കാറ്റിനാൽ സംവഹിക്കപ്പെട്ട് കണ്ടു. അത് വളരെ ഫിസിക്കലായിട്ടുള്ള സംഗതിയാണ്. ഇനി രസകരമായൊരു കാര്യമുള്ളത്, എഫേസോസുകാർക്കുള്ള ലേഖനം, എസെക്കിയേലിൻ്റെ പുസ്തകം
37 അധ്യായത്തിൽ 5 വാക്യം ഞാനത് വായിക്കാം. അത് വായിക്കുമ്പോൾ ഓർക്കണം, ഇത് ഹീബ്രു ടെക്സ്റ്റിൻ്റെ പരിഭാഷയാണ്. അതിങ്ങനെയാണ്: ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. അങ്ങനെയാണ് ഹീബ്രു ടെക്സ്റ്റിൻ്റെ പരിഭാഷ. എന്നാൽ ഇതിൻ്റെ ഗ്രീക്ക് ടെക്സ്റ്റ് എങ്ങനെയാണെന്നോ അത് വളരെ ശ്രദ്ധേയമാണ്. ഇതു എഗോ ഫെറോ എയ്സ് ഹ്യൂമാസ് പ്നൗമാസോയേസ്. എന്താണെന്നോ അതിൻ്റെ അർത്ഥം? അത് ഹീബ്രു ടെക്സ്റ്റ് അങ്ങനെ തന്നെയുള്ള ഒരു ഗ്രീക്ക് പരിഭാഷയല്ല അത്. അതിൻ്റെ അർത്ഥം ഇതാ ഞാൻ നിങ്ങളിലേക്ക് ജീവാത്മാവിനെ, അതാണ് പ്നൗമ സോയസ്, ജീവൻ്റെ ആത്മാവിനെ, ജീവൻ്റെ ചൈതന്യത്തെ ഞാൻ നിങ്ങളിലേക്ക് ജീവചൈതന്യത്തെ സന്നിവേശിപ്പിക്കും. അവിടെയും ഫെറോ തന്നെയാണ്. ഇതു ഏഗോ ഫെറോ എയ്സ് ഹ്യൂമാസ് പ്നൗമ സോയസ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയും പരിശുദ്ധ ചൈതന്യത്തെ ഇസ്രായേലിലേക്ക് സംവഹിപ്പിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ സംവഹിക്കപ്പെടുക, വിശുദ്ധ ഗ്രന്ഥ കർത്താക്കൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടതാകുമെങ്കിൽ എത്ര സുന്ദരമായിരിക്കും. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. പക്ഷേ ആ കാറ്റിൽ നമ്മെ തന്നെ ഒരപ്പൂപ്പൻ താടിയെപ്പോലെ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കാറ്റിൽ ഒരു പട്ടത്തെപ്പോലെ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥ രചന നടത്താൻ സാധാരണ മനുഷ്യരെ പ്രചോദിപ്പിച്ച് വലിയ കൃപ കൊടുത്ത ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രചോദിപ്പിച്ച് വലിയ സ്നേഹത്തിൻ്റെയും വലിയ വിശ്വാസത്തിൻ്റെയും വലിയ പ്രത്യാശയുടെയും സന്ദേശങ്ങൾ മാതൃകയിലൂടെ പരത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരാകാൻ, പരിശുദ്ധാത്മാവിനാൽ സംവഹിക്കപ്പെടാൻ നമുക്കും സാധിക്കട്ടെ. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം